നീ ഇങ്ങനെ സ്റ്റൈലാക്കി മയങ്ങിക്കൊണ്ട് ഇരുന്നോ? ഓളെടുത്തെന്തായാലും എത്തിയിട്ടുണ്ടാവും. ടൈം ആയിട്ടില്ല. ശോഭ, ഈ പാത്രം എടുത്തങ്ങോട്ട്. ഓ, പൈസ വേണമായിരിക്കും അല്ലേ? എങ്ങനെ മനസ്സിലായി? അല്ലാതെ മമ്മീന്ന് വിളിച്ചിട്ട് സോപ്പിട്ടില്ലല്ലോ. ഇനി അധിക കാലം നിന്റെ പിള്ളേരൊക്കെ പെയിന്റിന്റെ പണികൾ നടക്കില്ല മോനെ. ഇക്കൊല്ലം കൂടെ സപ്ലൈ കിട്ടിയിട്ടെങ്കിൽ അച്ഛൻ്റെ അടുത്ത ഗൾഫിലൊക്കെ എന്തായാലും പറഞ്ഞോളൂ. ഞാനും കൂടി ഗൾഫിൽ പോയിട്ട് നിങ്ങൾക്ക് സൂഹിക്കാനല്ലേ? നീ എനിക്ക് പോയേ. നീ വൈകുന്നേരം വരുമ്പോ എന്റെ ആ ബില്ലിലത്തെ മരുന്ന് മേടിക്കണത്. കയ്യും കാലെല്ലാം കുളിക്ക് വെക്കോ? ഹലോ, നീ പോയാ? ഇല്ല ഓട്ടാ, എനിക്ക് ക്ലാസ്സില്ല. ഓ, ശോഭ, ഇനി ആ പഴയടുത്തങ്ങോട്ട്. അച്ഛനേടാ അമ്പലത്തിലേക്കാ? അതെ അതെ, ഇനി കാസർഗോഡ് ഊരൊക്കെ വിളിക്കാൻ വേണ്ടി ആൾക്കാർ വരുന്ന പറഞ്ഞു. അങ്ങനെ പോകുന്നത്. നിന്നോട് അത്ര നേരായി പറഞ്ഞു പോലെ പോയിട്ട് വീഡിയോ കൊടുത്തിട്ട് വാ. അമ്മ ഓളൊരു ഫോണും കളി. മണി 9 അപ്പൊ പണിക്ക് പോണം. 5 മണി തൊഴിലുറപ്പല്ലേ? അവനോട് ഞാൻ 1000 രൂപ വലിച്ചു കൊടുത്തിട്ടാ കൊടുക്കാറോ? സമ്പാദിച്ചു വെച്ചിട്ടാ. വീട്ടി ഈ പെണ്ണുങ്ങടെ അടുപ്പും കൊണ്ട് വീട്ടിട്ടുണ്ടോ? ഏയ്, ആളില്ലേ ചേച്ചി? ചേട്ട കുപ്പി എന്തെങ്കിലും കൊടുക്കാനുണ്ടാ? നല്ല വില തരാ. ഏയ്, തുറക്കുന്നേ. ഉണ്ട് ഇടിയുണ്ട്. നിങ്ങളമ്മക്ക് അറിയുന്നല്ലേ വീട്ടി? നീ പോയിട്ടേടാ. 2 ദിവസം കഴിഞ്ഞിട്ട് തരാടാ. ഈ ആഴ്ച കൂടി ഇല്ലെങ്കിലും ഉണ്ടല്ലോ. ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ ഞാനിവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കും. ഇപ്പൊ ഞാൻ പോന്നു. ഞാൻ ഇന്നും വരും. വൃത്തിയിൽ തോൽപ്പോയി എനിക്ക്. ഈ അമ്മ എന്ത് വൃത്തിയുടെ വർത്താനാ പറയുന്നേ? ഓ, മൈസൂരത്ത് എണീറ്റാ. കോടതി പോകാൻ പല്ലേക്കുന്നു. 394 രൂപ ഫോൺ പേയിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. നന്ദിയുണ്ടേ. ഇപ്പൊ പണിക്കൊന്നും പോലില്ലേ? ഞാനിപ്പോ പണിക്കൊന്നും പോയില്ല. ബാല്യകാലില് പണിക്ക് കൊണ്ടുപോയി. പണിക്കുപോയ കുറെ കുടിക്കേണ്ടി വരും. പിന്നെ അമ്മക്കും പെൻഷനും ഉണ്ട്. അതുകൊണ്ട് പോകാതെ അമ്മായിട്ടേക്ക് 100 രൂപ എടുത്തു. എനിക്കെന്തിനിപ്പോ ഇപ്പൊ പൈസ? ഒരു 90 അടിക്കാൻ. നീയല്ലേ ഇപ്പൊ ഇന്നലെ പറഞ്ഞത് മതിയാക്കി. എനിക്ക് ഓർമ്മ വന്നു. പരിപാടിക്ക് ഇല്ലേ ക്ലബിന്റെ? പിന്നെ കള്ളു ഷർട്ടുണ്ട്. വാസുദേവാ കൈതൊഴുന്നൻ, വാസുദേവാ കൈതൊഴുന്നൻ, സന്ധ്യ പെണ്ണേ, നീ ഈ ബാല്യക്കാർക്കാക്കുന്നത് നീ ഏത് മണിയിരുമ്പളെ വന്നു? എന്തെന്ന് പോള് കളിക്കുന്നത്? അതന്നെ ഞാനും വിചാരിക്കുന്നത്. സിനിമ പോയല്ലേ? പോയി വിളിക്കാൻ ടിക്കറ്റ് കിട്ടിയ ഒരു അപ്പം എന്നെ വിളിക്കുന്നത്.
അപ്പൊ എന്തായാലും ഞാൻ AC കൊണ്ട് അപ്പുറം കുറക്കും മതി. അല്ല പൊട്ടി നമ്മ എത്ര ആളുണ്ടായത്? ഇപ്പൊ ആകെ 3 ആളായി. വലിയ രക്ഷപ്പെട്ട്. എന്ത് രക്ഷപ്പെടും? ഇപ്പൊ അച്ഛൻ ഇപ്പൊ എന്നെ കയറ്റിവിടും. നമുക്കും പോവാൻ. ഇവിടെ വരുന്നില്ലല്ലോ കയ്യില്. കണ്ണാണല്ലേ കയ്യിൽ നോക്കും. കേക്കണോ? വേണ്ടപ്പാ, ഞാൻ മധുരം കഴിക്കില്ല. ഡയറ്റ് നീ മാത്രം പോണം. അപ്പൊ ഇന്ന് ക്ലാസ് ഇല്ലേ? ഇല്ല, സ്ട്രൈക്ക്. ഓ, ബർത്ത്ഡേ ചെലവൊന്നുമില്ലേ? എന്റെ പൈസ ഒന്നുമില്ല. അങ്ങ് പപ്സിനെ കൊണ്ടുതരാം. അതിന്റെ ഒറ്റ കൊണ്ടുവരും. വരുന്ന മോളെ ഇതും കൂടി എടുക്കാം. എനിക്ക് അങ്ങനെ വേണ്ടത്. അതെടുത്തിട്ട് ആളെ കടങ്ങ് മൂലക്ക് പോയിട്ട് കുത്തിനെത്തുന്നു. നിങ്ങളെ പയ്യനെ കൊടുക്കണം. ഇല്ല, കൊടുക്കുന്നില്ല. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഒരു ഏശാകൃതി കൊണ്ട് രണ്ടാം. അല്ലാന്ന് നല്ല പൈസ തരുന്ന ആളുണ്ട്. സതീശ വെറുതെ അച്ഛന്റെ കാര്യം ഇരിക്കുന്നത് കേൾക്കണ്ട. പോന്നി നീ കൊണ്ടിരുന്നാക്കി എന്റെ പയ്യനെ കൊടുക്കുന്നില്ല. ചേട്ടാ അങ്ങനെയൊന്നും പറയാലപ്പ. എന്നാ ശോഭട്ടി ഒരു 100 ഉറുപ്പിക തരുമോ? എനിക്ക് എത്ര സതീശ ഞാൻ തരണ്ടേ? നീ അവനെ പൈസ കൊടുക്കണ്ട, കണ്ടുപിടിക്കാൻ വേണ്ടിട്ടല്ലേ. എന്നാ ഇതിനാ ഒരു കാല് കാണുന്നു. നല്ല പരിചയമില്ല കാലല്ലോ. ഇത് നമ്മളെ തയ്ച്ച കണ്ടാ വേണ്ട കൊണ്ടാക്കേണ്ടി വരും. എടാ ഒന്ന് തന്നെ കൊണ്ടാക്കടാ. കണ്ടുകൂടാ കണ്ടു കൈനത്ര കുടിച്ചാ പോരെ ഭ്രാന്ത്. നേരെ നടന്ന് കഴിച്ചടാ. ബുദ്ധിമുട്ടറിയില്ലേ? അങ്ങനെ ഒന്നും പറയല്ല, നമുക്ക് നാളെ കാണണ്ടല്ലേ. കാണുമ്പോ ഉറക്കം പറ്റിയ എന്ത് കഴിച്ചടയാണ്. ഒരാളെ ബോഡി ചേഞ്ച് ചെയ്ത് തരും. കുണിക്കണം ഡോർ തുറക്കും പാലോ ഇല്ല വേറെ ഭാര്യക്കിന്റെ ഫുള്ള് കേൾക്കേണ്ടി വരും. ഏത് നായിന്റെ നമുക്ക് എന്റെ മോനെ കുടിപ്പിച്ചുണ്ടാക്കിയത്? തിരക്കന്നെയാണ് ഭയങ്കര തിരക്ക്. എന്താ തരുന്നത്? വെള്ളം കുടിച്ച് ഞാൻ എടുത്തോളാം. നായനെ കടിച്ച് ഒന്ന് പഠിക്കട്ടെ. ആയിക്കോട്ടെ. ശരി. ലാലു നിങ്ങൾ നേരത്തെ വന്നിനാ? ഞാൻ രാവിലെ വന്നിപ്പോ എന്തായി പ്രൈമറി അടിച്ചിട്ടുണ്ടായി? അടിച്ചു അത്യാവശ്യം ബാക്കി ഉണ്ടാണെങ്കിലും ഇല്ലപ്പാ. ലാലു പൈസ വേണമെങ്കിൽ ഇപ്പൊ പറയണം. വൈകുന്നേരം വിളിച്ചാൽ എന്നെ കിട്ടൂല. അല്ല തിങ്കളാഴ്ച രാവിലെ അങ്ങനെ ചോദിക്കലൊക്കെ ഉണ്ടായിരുന്നു. 500 രൂപ. നോക്കാം. താങ്ക് യു. ഹൗസ് ഞാൻ വന്നിട്ട് പോയി നോക്കാം കേട്ടോ. ഓക്കെ. പഠിപ്പിക്കുന്നത് കൂളുണ്ടാ നോക്കട്ടാ. വേറെ കോണ്ടക്ഷൻ ആയിട്ട് കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് കൊണ്ടച്ചത് വേർക്കോ ഇത്തണ്ടടാ. നല്ല ദേവകാരുണ്ട് ഇതൊന്നാ. മാനട്ടാ ഉസാറല്ലേ?
പണി 2 ദിവസം കൂടെ തീരുമ്പോ അതല്ലേ 10 ദിവസം ലീവില്ലോ വീട് കയറി കൂടിയിട്ട് വേണം പോകണമെങ്കിൽ. ഇവനെ ഒരിക്കൽ ഗൾഫിൽ പോയിട്ട് വരുള്ളൂ എന്റെ പണിയിൽ തോന്നുന്നു. നിങ്ങൾ ഓണം വിഷയം പണിക്കാണ് അങ്ങനെ പണി ചെയ്യുന്നത്? ചിലപ്പോൾ പണിക്കാന്നൊരു വാച സൈഡ് ചായ എടുത്തിട്ട് അങ്ങോട്ട് വന്നോ? നമ്മ അങ്ങോട്ട് വരണ്ടി. ഒരുത്തൻ നായക്കൂടാക്കാൻ 2000 രൂപ മേടിച്ചിട്ട് മാസം 2 ഇപ്പൊ ബൈക്കേ വരുന്നില്ല. എന്തപ്പാ നീയല്ലേ നായക്കൂടാക്കാതെ 2000 രൂപ മേടിച്ചിട്ട് ബൈക്കേ വന്നിട്ടില്ല. എന്റെ അവസ്ഥ അറിയുന്നില്ല. ഞാൻ എല്ലാവർക്കും ഉണ്ടാവും. അത് മാത്രമല്ല എനിക്ക് ഞാൻ വേറെ നായ്ക്കോട് മനസ്സിലായി. നായ്ക്കോട് മാട അത് കോഴിക്കോട് മാട. എനിക്ക് എന്റെ പൈസ കിട്ടിയാൽ മതി. എന്റെ പൈസ കിട്ടുന്ന നമ്മ കാണുന്നില്ല. ഒരു 5 ഉറുപ്പ്യല്ലേ കിട്ടിയല്ലേ? കൂട്ടില്ലല്ലോ. എന്താ രാവിലെ അങ്ങനെ പറഞ്ഞു. നിങ്ങൾ തുടങ്ങിയാ നീ എത്തില്ലേ? എനിക്ക് വേണ നല്ല കാര്യമല്ലോ. നീ വെച്ചു നീ പറയട്ടെ. നീ ഇതല്ലേ ക്ലബിന് നോക്കുന്ന മെസ്സേജ് പ്രിയരെ, ഈ വർഷത്തെ ക്ലബിൻ്റെ വാർഷികം 25 വർഷം ഡിസംബർ 25 നടത്തപ്പെടുന്നതാണ്. ഉദ്ഘാടനം പഞ്ചായത്തിൽ ചെന്ന് 3 ദിവസം കഴിഞ്ഞാൽ കൃഷ്ണമണിക്കൂർ സംഘടനകൾക്ക് വയ്ച്ചു നൽകുന്നതാണ്. ക്ലബ് എല്ലാവരും പോകുന്നത്. പന്നിയാ വേണ്ട ആരാനിക്ക് കേട്ടല്ലേ കഴിഞ്ഞതാ? ആ ഓക്കെ ഓക്കെ നമുക്ക് എത്തും. വേറെ ഇല്ലടാ വന്നാ കഷ്ണം കിട്ടുമോ? ഇല്ലേ? ആ വേഗം വരാം വേഗം വരാം. പിന്നെ പന്നിയാ? ആ വേഗം. ഓളോട് ഏറ്റെടുക്കാൻ പറയുന്നു. ഇവനാണ് പോയത്. ഇറക്കിയ പൂള് കിട്ടുമ്പോ പോലെ പൂള് ആ മുള്ളം വിളിച്ചു പറഞ്ഞിട്ടല്ലേ ഞാൻ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞു. അപ്പൊ വീണ പൊക്കിയാൽ നടക്കാറില്ല. പൈസ കൊടുത്തിട്ട് മേടിച്ച സാധനമാണ് ഇങ്ങനെ തിന്നിട്ട് തീർക്കല. അത് അങ്ങനെ തന്നെ ഉണ്ട് കുറേ എണ്ണം. മറ്റേ വെള്ളം കുടിക്കാതിരിക്കണോ ഈ ടച്ചിങ് തോന്നാൻ വേണ്ടി മാത്രമായിട്ട് ഇരുന്നു. പരിപാടി ഓ ഇവനും വന്നു. ഇനി ഒരു തുള്ളി കിട്ടിയില്ല. പൈസയും പോയി, പണിയും പോയി. നിങ്ങളുടെ പോന്നെ നിങ്ങൾക്ക് ഞാൻ പോകാറുണ്ട്. പോകാൻ പോയിട്ടാ കുപ്പിയില്ലടാ. ഞാൻ 2 മിണ്ടിക്കൊണ്ട് കാണാം. മംഗളത്തിൽ പോയ സമയം പെയ്യും. ഇഞ്ചി ചിത്രം ഉണ്ടായില്ലെങ്കിൽ നീ ഇഞ്ചി കളിക്കുന്നു. ഒരു മംഗലുണ്ട്. ഞാൻ എപ്പോഴായിരുന്നു എന്താ നിങ്ങളെ ക്ലബിന്റെ പരിപാടി? പൂരക്കളിണ്ട്, പക്ഷെ നമ്മ കളിക്കുന്നില്ല. ആ വെല്ലത്തിന് കുറച്ച് ആൾക്കാരും കളിക്കുന്നു. നമ്മ കയ്യപ്പോ ഞാൻ വരുന്നെങ്കിൽ വാട ബിരിയാണി. ആ ഞാൻ വരുന്നു.
അടുത്തതായി കൃഷ്ണൻ പണിക്കരെ പഞ്ചായത്ത് പ്രസിഡന്റ് ആദരിക്കുന്നതാണ്. എത്ര സമയം കാത്തിരിക്കുന്നത്? പരിപാടിക്കും വരില്ല, കാണിക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഭയങ്കര ക്യൂ. ക്യൂടാ ഇത് പറഞ്ഞത് മനസ്സിലാത്തത്. ക്യൂ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ക്യൂ ആണ്. ഞായറാഴ്ച ആയിട്ട് ഇത്ര കാത്തുനിന്ന് തന്നെ ഇന്നലെ തിരക്കിനിടയിൽ നമ്മൾ നേരത്തെ വരട്ടി അപ്പൊ ഇവിടെ ഭയങ്കര ക്യൂ. എല്ലാരും ചൊല്ലണ് കല്യാണ നെഞ്ചിലെന്ന്. എനിക്ക് നാളെ കുടുംബശ്രീ പരിപാടി ഉണ്ട്, അവിടെ പാടാൻ നിർത്തി. എല്ലാരും ചൊല്ലണ് രഞ്ജി അവിടെ നിൽക്കുന്നോട് കാര്യം പറയാൻ. കൊറേ കാലം ഇവള് വയ്യ നടക്കാൻ തുടങ്ങി. ഇന്ന് ഇവളെ കൂട്ടിട്ട് പോയിക്കോളാം. അമ്മേ കുമ്മേ പൊന്നിന് 1 ലക്ഷത്തിനടുത്തായി. നീ ഇവിടെ കൊണ്ടുവന്നില്ല തയ്ച്ച ഞാൻ ഇത്രയും നിന്നത്. ഇത്ര പെട്ടെന്നാ ചെലവുണ്ട്. ഏട്ടാ ഞാൻ പോട്ടെ ഏട്ടാ. ഇങ്ങനെയാണ് നിന്റെ ഏട്ടൻ ചെലവെടുത്ത് വരും. എന്റെ കയ്യിൽ തരാനില്ലായിരുന്നു. അതെന്തേ കുപ്പിയാ വിറ്റ 20 ഉറുപ്പിക കിട്ടും. എന്നാ
എന്തിയ പെണ്ണേ നീ ഈ ബാല്യക്കാരടുക്ക് എന്താക്കുന്നു? ഏത് വെളിയരുമ്പളെ വന്നു നടക്ക്. അതന്നെ ഞാനും വിചാരിക്കുന്നു.